രാവിലെ തന്നെ ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ആദ്യം തന്നെ ചവറൊക്കെ ഒന്ന് അടിച്ചു വാരി അപ്പുറത്തെ തൊടുവിലേക്ക് ഇടുകയാണ്. അവിടെ ആൾ താമസമല്ല കേട്ടോ, പറമ്പായി കിടക്കുകയാണ്. മുറ്റം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ബാക്കി വന്ന സ്റ്റോൺ വെച്ചിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യണം എന്നാണ് കേട്ടോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഋഷു മുറ്റൊക്കെ അടിച്ചു വാരി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും ഹെൽപ്പ് വേണം അമ്മാന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ മുറ്റടിച്ചു വാരിയാൽ മതിയെന്ന്. അപ്പം ഞാനും കൂടെ കൂടിയിട്ടാണ് കേട്ടോ സ്റ്റോൺ കൊണ്ടുവന്ന് വെക്കുന്നത്. നമ്മൾ ചെടിയൊക്കെ കുഴിച്ചിടാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ സ്റ്റോണൊക്കെ വെച്ചിട്ട് ഒരു ചെടിച്ചട്ടിയൊക്കെ വെക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ബാക്കി വന്ന സ്റ്റോൺ കണ്ടപ്പോൾ തോന്നിയൊരു ഐഡിയ ഉണ്ട് എനിക്ക്, ഇങ്ങനെ ചെയ്യാമെന്ന്. അല്ലെങ്കിൽ അവരത് തിരിച്ചു കൊണ്ടുപോകുമായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ജോലി എടുത്ത് കുഴങ്ങിയപ്പോൾ ഋഷു നാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നുണ്ട് കേട്ടോ. ഋഷു പിന്നെ നല്ല അടിപൊളിയായിട്ട് നാരങ്ങൾ ഉണ്ടാക്കും. പിന്നെ ചാമ്പക്കൻ്റെ സ്ക്വാഷും കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഒരു പിങ്ക് കളറ്. പിന്നെ അതിനുള്ള ഒരു മനസ്സും ഉണ്ട് കേട്ടോ. നമ്മൾ ക്ഷീണിച്ച് പണിയൊക്കെ എടുത്ത് കുഴങ്ങുമ്പോൾ നാരങ്ങളും വേണമെന്ന് വെച്ചിട്ട് അത് ഉണ്ടാക്കി കൊണ്ടുവന്നു തരും കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാക്കും കൊടുത്തു. നല്ല രസമാണ് കേട്ടോ നാരങ്ങളും ഉണ്ടാക്കിയാൽ. അപ്പോൾ ഇക്കാക്കും തന്നെ നല്ലൊരു സമാധാനവും സന്തോഷമായിക്കണത് കിട്ടിയപ്പോൾ. അപ്പോൾ നമ്മൾ വീണ്ടും പണി തുടർന്നു കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് ഒരു ലെവലാക്കി എടുക്കുകയാണ്. നമുക്കും വലിയൊരു ധാരണയൊന്നും ഇല്ല കേട്ടോ. അത് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഐഡിയ കിട്ടുകയല്ലേ. അപ്പോൾ കുറച്ച് മെറ്റലുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇടാനേ ഉള്ളൂ. വലിയ മെറ്റലാണ് കേട്ടോ. പക്ഷെ അത് മതി എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി മെറ്റൽ വാങ്ങണം, ബാക്കിയുള്ള സ്റ്റോണിൻ്റെ ഒക്കെ ഇടയിലിടണം. അപ്പോഴേക്കും ഞാൻ വീണ്ടും കുഴങ്ങിയിട്ട് അപ്പോൾ ഋഷിനിക്ക് വീണ്ടും നാരങ്ങളും കൊണ്ടുവന്ന് തന്നു. അത് നേരത്തെ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ചെടി ഉണ്ടല്ലോ, ചെടിച്ചട്ടിയൊക്കെ അപ്പുറത്തെ വീട്ടിലെ മതിലുമേണ്ട വെച്ചിട്ടുള്ളത് പണി നടന്നപ്പോൾ. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ 2 വലിയ പപ്പായൊക്കെ പറിച്ചതുണ്ടായിരുന്നത് നമുക്ക് തന്നുവിട്ടു. അപ്പോൾ ഋഷുവിൻ്റെ കയ്യിൽ അത് വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടല്ലോ, അതൊന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി വെക്കാമെന്ന് എഴുതിയിട്ടാണ്. അതിൻ്റെ ഇടയിൽ പുല്ല് പറിക്കുന്നുണ്ട്, ചെടി വെട്ടിക്കളയേണ്ടതൊക്കെ വെട്ടിക്കളയുന്നുണ്ട്. പ്ലാസ്റ്റിക്കും ചട്ടി തുണി കൊണ്ട് ഇങ്ങനെ തുടച്ചാൽ തന്നെ നല്ല നീറ്റായി കിട്ടും കേട്ടോ. ചളിയൊക്കെ പോയി കളറ് കിട്ടും. സിമെൻറ്റും ചട്ടി പിന്നെ ഇനി ചളിയൊക്കെ ഉരത്തി കളഞ്ഞ് പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ടൈം കിട്ടുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചട്ടികളൊക്കെ ഒരുപാടുണ്ട്, ചെടികളാണ് കുറവ്. ഒക്കെ ഇനി നോക്കി ഒന്ന് ലെവലാക്കി എടുക്കണം. ഇതിപ്പോൾ കാണുമ്പോൾ സിമ്പിളാണ്, പക്ഷെ ഞങ്ങൾ 9 മണിക്ക് ഇറങ്ങിയിട്ട് ഉച്ചയ്ക്ക് 2 മണി വരെ പണിയെടുത്തിട്ട് എന്നിട്ട് ഒന്നും തീർന്നു എന്ന് പറയാനായിട്ടില്ല. ഓല ആ മതിലുമത്തെ ചെടികൾ മാറ്റി, പിന്നെ പ്ലാസ്റ്റിക് ചട്ടി തുടച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ കുറേ പണികൾ ബാക്കിയുണ്ട്.